പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, തകർന്ന ഹൃദയവുമായി ഞങ്ങൾ അമ്മയെ തേടി വരുമ്പോൾ ഞങ്ങളെ അമ്മ ചേർത്തണയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്കും ഞങ്ങളുടെ വേദനകളിലേക്കും കടന്നു വരണമേ. ഈ ഭൂമിയിലിരുന്ന് ഞങ്ങൾ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അന്ത്യത്തോളം അങ്ങേ മഹത്വപ്പെടുത്തി ഒരുമയോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. ജീവിതാവസാനം വരെയും അങ്ങേക്ക് വേണ്ടി വേല ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായിപ്പോയ എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ, എല്ലാവിധ പ്രയാസത്തിൽ നിന്നും രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമ്മ കൂടെയായിരിക്കണമേ, അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ അമ്മ അവരെ സഹായിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ അവരുടെ സമീപത്തിരുന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നന്നായി പഠിക്കുവാനുള്ള അനുഗ്രഹവും കൃപയും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ആകുലതകളിലേക്കും വേദനകളിലേക്കും പ്രയാസങ്ങളിലേക്കും കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഉടമ്പടിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും വേദനകളും ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ കുടുംബങ്ങളിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ ഇറങ്ങി ചെല്ലണമേ. അമ്മേ മാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു നല്ല ഭവനം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞു പോലും ദുഃഖത്തിലും വേദനയിലും ആയിരിക്കാൻ സമ്മതിക്കരുതേ. ശക്തമായി അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അത് അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ അമ്മ തുറക്കണമേ. കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടക്കിണിയിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ എത്തിക്കണമേ. അമ്മേ മാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധമുള്ള വഴിയുടെ വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമേ. ആ കുടുംബങ്ങളിലെ പോരായ്മകളെ നികത്തണമേ. ആവശ്യങ്ങളെ അറിഞ്ഞവരെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ശക്തമായി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എല്ലാ മക്കളെയും ഈശോയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാട് നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകളും ആവശ്യങ്ങളും അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ്. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് വേദനകളും ആകുലതകളും എല്ലാം
ഈശോയിലേക്ക് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങൾ സമർപ്പിക്കാം, നിങ്ങളുടെ വേദനകൾ സമർപ്പിക്കാം. നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. നാം നടക്കില്ലെന്ന് കരുതുന്ന നമ്മുടെ ജീവിത ആവശ്യങ്ങൾ അമ്മ നമുക്ക് സാധിച്ചു തരും. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിയണമേ. പരിശുദ്ധ അമ്മേ ദേവമാതാവേ, എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. വേദനകൾക്ക് ആശ്വാസം നൽകണമേ. അമ്മേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.